കർത്താവിന്റെ പരിശുദ്ധ നാമത്തിന് നന്ദിയോടെ സ്തോത്രം. Greetings to you in the name of our Lord and Savior Jesus Christ. ഈ ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന കർത്താവിന്റെ വലിയദാസൻ പാസ്റ്റർ ലിൻസന് വന്ദനം ചൊല്ലുന്നു. I want to thank God for Pastor Linson, who's leading today's service. ഈ സഭയുടെ സീനിയർ ശുശ്രൂഷനായിരിക്കുന്ന പാസ്റ്റർ സതീഷ് സിസ്റ്റർ അനിത, അവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. I want to thank the Lord for our senior pastor, Pastor Satish, and his wife, Sister Anida. ഇവിടെ കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും ക്രിസ്തുവിൽ എന്റെ വന്ദനത്തെ അറിയിക്കുന്നു. And everyone that's here this morning, I want to extend my heartfelt, warm greetings in the name of our Lord and Savior Jesus Christ. എന്റെ കുഞ്ഞുങ്ങൾ ഇവിടെ പാർക്കുന്നവരോട് ഒരുമിച്ച് പകൽ കർത്താവിനെ ആരാധിപ്പാൻ ഈ സഭയിൽ വന്ന് ശുശ്രൂഷിപ്പാൻ ദൈവം എന്നെ തിരഞ്ഞെടുത്തതോർത്ത് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യും. I thank the Lord that He's allowed for me to come and worship with my dear children in this church this morning time. നമുക്കൊരു വേദഭാഗത്തിലേക്ക് വേഗത്തിൽ പ്രവേശിക്കാം. And let's turn into the Word of God this morning. അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായം 17-ാമത്തെ വാക്യം. The book of Acts, chapter 2, verse 17. അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്റെ മേലും എന്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങളെ ദർശിക്കും. And in the last days, the Lord says, I'll pour out my spirit on all your people. Your sons and daughters will prophesy. Your young men will see visions, and your old men will dream dreams. ഹല്ലേലൂയ. 2600 വർഷങ്ങൾക്ക് മുൻപ് യോവേൽ എന്ന പ്രവാചകൻ പ്രവചിച്ച ആ പ്രവചനവാക്യത്തിന്റെ ഉദ്ധരണി ദൈവസഭയുടെ ആദ്യത്തെ ഉദ്ഘാടന യോഗത്തിൽ അപ്പോസ്തലനായ പത്രോസ് എഴുന്നേറ്റ് നിന്ന് പ്രസംഗിച്ച വേദഭാഗമാണ് ഞാൻ വായിച്ചത്. The word that I read was originally spoken by the prophet Joel over 2,500 years ago. അന്ന് പ്രവചിക്കപ്പെട്ട ആ പ്രവചന ശബ്ദം അന്നത്തെ യഹൂദന്മാർക്ക് ഉൾക്കൊള്ളുവാൻ പ്രയാസമായിരുന്നു. That prophetic word that was spoken by the prophet Joel was not able to be received by the Jews at that time. ജഡത്തിന്റെ മേൽ ആത്മാവിനെ പകരുക എന്ന് പറയുന്നത് അവർക്ക് ചിന്തിപ്പാൻ പോലും കഴിയുന്ന കാര്യമല്ല. The word where it says that the Spirit of the Lord being poured out on all flesh was something that they couldn't even comprehend. കാരണം ജഡം ഒന്നിനും ഉപകരിക്കുന്നില്ല എന്നാണ് യഹൂദന്മാരുടെ പ്രമാണം. The Jewish people believed that the flesh wasn't used or good for anything. എന്നാൽ ജഡത്തിന്റെ മേൽ ദൈവത്തിന്റെ ആത്മാവിനെ പകരുമെന്ന് കർത്താവ് പറയുമ്പോൾ, when the word of the Lord says that the Spirit of the Lord would be poured out on all flesh, യഹൂദനെ പ്രമാണം ഗ്രഹിപ്പാൻ അല്പം ബുദ്ധിമുട്ടാണ്. To understand the Jewish way of life oftentimes can be a little bit difficult. കാരണം പ്രമാണമനുസരിച്ച് ഒരാൾ അഭിഷിക്തനാകണമെങ്കിൽ അത് പ്രൊഫറ്റിക് അനോയിന്റിംഗ് ആയാലും അത് കിങ്ലി അനോയിന്റിംഗ് ആയാലും അത് പ്രീസ്റ്റ്ലി അനോയിന്റിംഗ് ആയാലും അതിന് ഏറ്റവും ചുരുങ്ങിയത് 30 വയസ്സെങ്കിലും പ്രായമാകണം. According to the traditional Jewish tradition, if someone was supposed to be in ministry or even be a prophet, they had to be someone that was at least 30 years of age to receive that Levite, priestly or kingly anointing. ദാവീദ് രാജാവായിട്ട് അഭിഷേകം ചെയ്തത് തന്റെ 30-ാമത്തെ വയസ്സിലാണ്. When David was anointed to be king, he was around the age of 30. ശലോമോനെ അഭിഷേകം ചെയ്തത് 30-ാമത്തെ വയസ്സിലാണ്. And when King Solomon was appointed to be king, he was around the age of 30. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ശുശ്രൂഷ ആരംഭിച്ചത് 30-ാമത്തെ വയസ്സിലാണ്. And our Lord and Savior Jesus Christ started his ministry at the age of 30. അതുകൊണ്ട് യഹൂദന് ഈ ദൂതിനെ ഉൾക്കൊള്ളുവാൻ അല്പം ബുദ്ധിമുട്ടുണ്ട്. So the Jewish people had a hard time comprehending this prophetic word. മാത്രമല്ല യഹൂദന്മാരുടെ ഇടയിൽ ലേവി ഗോത്രത്തിനാണ് ശുശ്രൂഷകൾ ദൈവം പങ്കുവച്ചിട്ടുള്ളത്. And amongst the children of Israel, the tribe of Levi was the only one that was appointed to do priestly work. ഇവിടെ പ്രവാചകൻ പറയുക, നിങ്ങളുടെ ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലും കൂടെ ഞാൻ എൻ്റെ ആത്മാവിനെ പകരും. And here the prophet is saying that your sons and daughters will receive the outpouring of the Holy Spirit. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. And it says that your sons and daughters will prophesy. Hallelujah. Hallelujah. പുത്രിമാർ പ്രവചിക്കുക എന്ന് പറയുന്നത് അവർക്ക് ഒട്ടും ഉൾക്കൊള്ളാൻ കഴിയുന്ന കാര്യമല്ല. The fact that women or daughters would prophesy was a concept that the Jewish people had a hard time comprehending. അക്കാലത്ത് അങ്ങനെ ഒരു ശുശ്രൂഷ സ്ത്രീകൾക്ക് കൊടുക്കുന്ന ഒരു ഗ്രൂപ്പല്ല യഹൂദന്മാർ. The Jews were a group of people that did not give women an opportunity to prophesy or preach or even do ministry in their services. എന്നാൽ കാലത്തിന്റെ തികവെങ്കിൽ കർത്താവ് ഈ ദൂതിനെ ഫുൾഫിൽ ചെയ്തു. At the end of time, the Lord fulfilled this prophetic word. ചില വർഷങ്ങൾ മുൻപോട്ട് പോയപ്പോൾ, as some of the years went ahead, കർത്താവ് ശക്തമായി ശുശ്രൂഷയ്ക്ക് വേണ്ടി സ്ത്രീകളെ ഉപയോഗിക്കാൻ ആരംഭിച്ചു. The Lord started to use many women for the expansion of his kingdom.
19ാം നൂറ്റാണ്ടിൽ ശക്തമായി കർത്താവ് ഉണർവിന് വേണ്ടി ഉപയോഗിച്ച ഒരു സഹോദരിയായിരുന്നു എയ്മി സെമ്പിൾ മക്ഫേഴ്സൺ എന്ന് പറയുന്ന കർത്തൃദാസി. One of the early women that were used in the early 1900s was the name of Amy that the Lord had raised up. ലക്ഷക്കണക്കിന് ആളുകളായിരുന്നു ആ സഹോദരിയുടെ യോഗത്തിൽ പങ്കെടുത്ത് രക്ഷിക്കപ്പെട്ട് കർത്താവിനെ സ്വീകരിച്ചിരുന്നത്. Thousands and thousands of people would attend our conferences and accepted Jesus as their Lord and Savior. എയ്മി സെമ്പിൾ മക്ഫേഴ്സൺ ചൈനയിലേക്കുള്ള സുവിശേഷ യാത്രക്കിടെ ലണ്ടനിൽ ഒരു ദിവസം ഹോൾട്ട് ചെയ്തു. Amy was on her way to China for a ministry opportunity. Her ship had stopped in London. എയ്മി വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞ് ലണ്ടനിലെ ഒരു പാസ്റ്റർ പറഞ്ഞു, ഇന്ന് രാത്രി ഞങ്ങൾക്കൊരു സന്ദേശം തരുമോ? And Amy, a pastor asked Amy when she was in London that if she would be willing to spend an evening with them and share the word with them. കർത്താവിന്റെ ദാസി അങ്ങനെ ഒരു ദൂതിന് വേണ്ടി പ്രിപ്പയർ അല്ലായിരുന്നു. And Amy wasn't prepared to give a word at that time. എന്നാൽ അവർ ഒരു യോഗം ക്രമീകരിച്ചു. But she created an opportunity. ആ യോഗം റോയൽ ആൽബർട്ട് ഹാൾ, ലണ്ടനിലെ ഏറ്റവും വലിയൊരു ഹോളാണ് റോയൽ ആൽബർട്ട് ഹാൾ. ആ ഹാളിൽ വെച്ചാണ് നടന്നത്. And this pastor that invited Amy to speak at one of the largest halls in London called the Robert Hall, Royal Hall. താന് ആ യോഗ സ്ഥലത്തേക്ക് വിളിക്കപ്പെട്ടു. And she went into that hall. ലൈറ്റുകൾ ശക്തമായി പ്രകാശിക്കുന്നു. And the lights are very brightly shining on her. ഹോളിൽ സൂചി കുത്തുവാൻ പോലും സ്ഥലമില്ലാതെ വണ്ണം ആയിരക്കണക്കിന് ആളുകൾ ഇരിക്കുന്നു. And there's not even a spot for a pin drop in that hall because there's people. That room is jammed. എല്ലാവരുടെയും കണ്ണ് തന്നിൽ പതിഞ്ഞിരിക്കുകയാണ്. And everybody's eyes are focused on her. എയ്മിയുടെ കയ്യിൽ ഒരു ദൂതില്ല. And she doesn't have a word from the Lord. താൻ ബൈബിൾ എടുത്ത് തുറന്നു. And she opens up the Bible. കണ്ണടച്ച് ദൈവത്തോട് ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു. And she closed her eyes and prayed unto the Lord. Oh God, if you ever help me in my life, help me now. And she inquired of the Lord, if you're going to help me, I need your help right now. പെട്ടെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തന്റെ മേൽ ശക്തിയോടെ വ്യാപരിച്ചു. And the word of God and the presence of God immediately started to dwell upon her. താൻ ബൈബിൾ തുറന്ന് തന്റെ വിരലുകൾ സ്പർശിച്ച വചനം എടുത്ത് വായിക്കാൻ തുടങ്ങി. And she opened up the word, and the word that her finger landed upon, she started to read. ആ വചനം ദൈവത്തിന്റെ സ്തോത്രം യോവേൽ പ്രവചനം 1-ാം അധ്യായത്തിന്റെ 4-ാം വാക്യമായിരുന്നു. And the word that her finger landed upon was the prophet of Joel, chapter 1, verse 4. ആ വാക്യം ഇങ്ങനെയാണ്: തുള്ളൻ ശേഷിപ്പിച്ചത് വെട്ടുക്കിളി തിന്നു, വെട്ടുക്കിളി ശേഷിപ്പിച്ചത് വിട്ടിൽ തിന്നു, വിട്ടിൽ ശേഷിപ്പിച്ചത് പച്ചപ്പുഴു തിന്നു. And the word reads like this, Joel chapter 1, verse 4. That which the palmer worm has left has the locust eaten, and that which the locust has left has the cankerworm eaten, and that which the cankerworm has left the caterpillar has eaten. എന്ത് പ്രസംഗിക്കണമെന്നറിയാതെ താൻ ദൈവമുഖത്തേക്ക് നോക്കി. And she didn't know what to preach, so she looked onto the face of God. പെട്ടെന്ന് പരിശുദ്ധാത്മാവ് തന്നെ ഒരു വിഷൻ കാണിച്ചു. And immediately the Holy Spirit showed her a vision. ആ വിഷൻ ഇങ്ങനെയായിരുന്നു: ഒരു വലിയ വൃത്തം. And what the vision was there was this large circle in the heavens. അത് ആകാശത്തോളം ഉയർന്നു നിൽക്കുന്ന ഒരു വലിയ വൃത്തം. And it was this big circle in the heavens. അതിനകത്ത് 10 ചെറിയ ചെറിയ വൃത്തങ്ങൾ. And in small animals in this hole. അതിങ്ങനെ ക്ലോക്ക് പോലെ കമ്പോസ് ചെയ്തിരിക്കുക. And it looks very similar to a clock. ദൈവാത്മാവ് പറഞ്ഞു അത് പരിശുദ്ധാത്മാവിന്റെ പകർച്ചയാണ് കാണിക്കുന്നത്. And she said, and this vision that she saw was a representative of the movement of the Holy Spirit. ആ 10 വൃത്തങ്ങൾ പരിശുദ്ധാത്മാവ് പറഞ്ഞു ഇത് പെന്തിക്കോസ്ത് നാളിൽ ആരംഭിച്ച ഉണർവ് മുതൽ ഈ അന്ത്യകാലത്ത് നീ നിൽക്കുന്ന ഈ സമയം വരെയുള്ള ഉണർവിന്റെ കാലഘട്ടമാണ്. And this vision that she saw was symbolic and representative of the move of the Holy Spirit from the time of Pentecost until that day. താൻ വേദപുസ്തകം വായിച്ച് ആ വേദഭാഗം ഇങ്ങനെ വീണ്ടും താൻ വായിക്കാൻ തുടങ്ങി. And she started to read this verse again and looked over it again. താൻ ദർശനത്തിൽ കണ്ട ഏറ്റവും താഴെയുള്ള ചെറിയ വൃത്തത്തിലേക്ക് എത്തിയപ്പോൾ, and as she was reading through looking at this vision, as she reached to the lower point of that vision, സഭയുടെ ഏറ്റവും ഇരുണ്ട കാലഘട്ടത്തെയാണ് പരിശുദ്ധാത്മാവ് കാണിച്ചു കൊടുത്തത്. And as she's reading through the history, she's understanding that the church has approached one of the darkest times in history. താൻ ആ കാഴ്ച കണ്ട് പൊട്ടിക്കരഞ്ഞു. And as she saw that, she started to break down in tears. എന്നിട്ട് കർത്താവിനോട് പ്രാർത്ഥിച്ചു. And then she prayed unto the Lord. ഉടനെ പരിശുദ്ധാത്മാവ് തന്നെ മറ്റൊരു വചനത്തിലേക്ക് നടത്തി. And then the Holy Spirit led her to a second verse. അത് യോവേൽ 2:25 ആയിരുന്നു. And it was the book, the prophet Joel chapter 2, verse 25. ആ വാക്യം എങ്ങനെയാണ്:
And the verse reads like this. ഞാൻ നിങ്ങളുടെ ഇടയിൽ അയച്ചിരിക്കുന്ന എന്റെ മഹാസൈന്യമായ വെട്ടിക്കിളിയും വിട്ടിലും തുള്ളനും പച്ചപ്പുഴുവും തിന്നുകളഞ്ഞ സംവത്സരങ്ങൾക്ക് വേണ്ടി ഞാൻ നിങ്ങൾക്ക് പകരം ചെയ്യും. And it reads like this. I will restore to you the years that the locusts have eaten, the cankerworm and the caterpillar and the palmer worm, my great army which I sent among you. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് എന്നോട് കൈമാറാൻ തന്ന ഒരു ദൂത് ഞാൻ പറയട്ടെ. And I want to pass a prophetic word that the Holy Spirit has put on my heart this morning. ഇന്ന് പകൽ ഇവിടെ ഇരിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയട്ടെ, ദൈവത്തിന് സ്തോത്രം. നിങ്ങളുടെ ജീവിതത്തിൽ ശത്രു പച്ചപ്പുഴുവായാലും വിട്ടിലായാലും തുള്ളനായാലും തിന്ന് ശേഷിപ്പിച്ച സംവത്സരങ്ങൾക്ക് എന്റെ കർത്താവ് പകരം നൽകാൻ വേണ്ടി പോവുകയാണ്. And I want to encourage you this morning time that the situations in your life, the resources, the materials that the locusts have eaten, that the cankerworms have eaten, that have been destroyed, the Holy Spirit is able to restore and do a new work. എവിടെയൊക്കെയോ ലോസ്റ്റ് ആയ ചില സംവത്സരങ്ങൾ ഉണ്ടെങ്കിൽ ഇന്ന് പകൽ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു തുടങ്ങട്ടെ. പരിശുദ്ധാത്മാവിനെ റിസ്റ്റോർ ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. The areas in your life that seem lost and hopeless, would you start to pray and invite the Holy Spirit into those areas so that a season of restoration can start to എത്ര പേർ ഈ പകൽ വിശ്വസിക്കുന്നു ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്ന ദൂത്? How many of you are believing this prophetic word this morning? അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്റെ മേലും എന്റെ ആത്മാവിനെ പകരും. That in the end time that he would pour out his spirit on all flesh. ഒരുപക്ഷെ തലമുറയെ കുറിച്ച് ഭാരപ്പെട്ടിരിക്കുന്ന മാതാവേ, ഇന്ന് പകൽ ദൈവാത്മാവ് പറയാ, നിന്റെ തലമുറയുടെ മേൽ ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തിയേറിയ പകർച്ച വരും. And I'm telling you this morning time that the presence of God, the Spirit of God is going to be poured out on all generations. നഷ്ടപ്പെട്ട ബാല്യങ്ങളുള്ള ചിലരോട് ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് പറയാ, നിങ്ങൾക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ പുതിയതൊന്ന് ചെയ്യും. And I'm telling you this morning time that the Holy Spirit is going to do a new work to those that have been through a severe loss. നിങ്ങൾക്കറിയാമോ, ഞാൻ എന്റെ 38ാമത്തെ വയസ്സിലാണ് രക്ഷിക്കപ്പെട്ടത്. I got saved at the age of 38. ഞാൻ രക്ഷിക്കപ്പെടുന്നതിന് മുൻപ് ഒരു ഭയങ്കര മദ്യപാനിയായിരുന്നു. And before I got saved, I was someone that was extremely smart. എന്നെ പഠിപ്പിച്ച അധ്യാപകർ പറഞ്ഞു, ഇവൻ ശരിയാകാൻ പോകുന്നില്ല. And I was someone that wasn't smart, and many people used to say that I wouldn't amount to anything. എന്റെ സൺഡേ സ്കൂളിലെ ടീച്ചർ പറഞ്ഞു, ഇവൻ ഒരു കാലത്ത് ശരിയാകത്തില്ല. My Sunday school teacher told me that I would never amount to anything. ഹല്ലേലൂയ. Hallelujah. ഒടുവിൽ എനിക്ക് നല്ലൊരു ജോലി കിട്ടി. And eventually I landed a good job. FACT-യിലായിരുന്നു ഞാൻ ജോലി ചെയ്തിരുന്നത്. The fertilizers and chemicals, great company. Oh, it was a very prominent company that I landed a job at. ആ കമ്പനിയിലെ മാനേജിംഗ് ഡയറക്ടർ എന്റെ വൈഫിനോട് പറഞ്ഞു, ഇയാൾക്ക് വട്ടാണ്, ഈ പുള്ളി ശരിയാകാൻ പോകുന്നില്ല. The managing director of that company told my wife that I had mental issues and that I would never amount to any good position in the company. എന്താ കാര്യം എന്നറിയാമോ? You know what happened? എന്റെ കയ്യിലിരിപ്പ് അങ്ങനത്തെയായിരുന്നു. And why was that? Because of my behavior and my personality was like that. എവിടെ ചെന്നാലും പ്രശ്നമുണ്ടാക്കും. Wherever I went, I would create problems. കോളേജിലെ പ്രിൻസിപ്പലിനെ പൂട്ടിയിടും. And even including my college principal. സമരമില്ലാത്തടത്ത് സമരമുണ്ടാക്കും. Wherever there wasn't a problem, I would create strikes and issues. പ്രശ്ന സങ്കീർണമായ ഒരു ലൈഫ്. I had a life that was full of problems. എന്നാൽ 38ാമത്തെ വയസ്സിൽ, But at the age of 38, ഞാനൊരു ദൈവശബ്ദം കേട്ടു. I heard a call and the voice of God. എന്നെ വചനം പഠിപ്പിച്ച കർത്താവിന്റെ ദാസൻ പാസ്റ്റർ PR ബേബി ഒരു ബൈബിൾ ക്ലാസ്സിൽ വെച്ച് പറഞ്ഞ വചനം എന്റെ ആത്മാവിനെ സ്പർശിച്ചു. I was attending a Bible class of Pastor PR Baby, and a word that he shared started to move in my heart. That encounter changed my life. And that encounter with the Lord at that moment changed my life drastically. അന്ന് ദൈവത്തിന്റെ ആത്മാവ് എന്നോട് വ്യക്തമായി ഇടപെടാൻ തുടങ്ങി. And then the blood of Jesus started dealing with my heart. നിങ്ങൾക്കറിയാമോ, ഞാൻ ആദ്യത്തെ ബൈബിൾ ക്ലാസ്സിൽ പോകുമ്പോൾ 8 പെഗ് മദ്യം കഴിച്ചിട്ടാണ് പോയത്. The first time I went to a Bible class, it was having 8 drinks. പക്ഷേ 8 pegs of alcohol. ഈ ലോകത്തിലെ മദ്യത്തെക്കാൾ വലുതാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. And I want to tell you this morning time that the Holy Spirit is bigger and stronger than any alcoholic drink that you can have. ഇന്ന് പകൽ ഞാൻ ദൈവാത്മാവിൽ പ്രവചിച്ചു പറയാം, മദ്യപാനികളെ കണ്ടിട്ട് നിങ്ങൾ ആരും വഴിമാറി പോകണ്ട. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് അവരെ ശരിയാക്കാൻ കഴിയും. And whenever you see people that are drunk or given to alcohol, I don't want you to give up on them, because the Holy Spirit is able to have an encounter and even change those lives. മയക്കുമരുന്നിന് അടിമയായ ഒരു യൗവനക്കാരനെ കണ്ടാൽ നിങ്ങൾ ആ മൂക്കത്ത് വിരൽ വെച്ച് മാറിപ്പോകേണ്ട ആവശ്യമില്ല. ആ മനുഷ്യനോട് ദൈവവചനം പറഞ്ഞാൽ വ്യത്യാസം വരും. And when you see people that are addicted to drugs or even different kinds of narcotics, I don't want you to give up on them, but I want to remind you that when you share the word of God, that the word of God can even encounter and even change those people. ലോകമാദരിക്കുന്ന സെയിന്റ് അഗസ്റ്റിൻ ഒരു മുഴു മദ്യപാനിയായിരുന്നു. One of the fathers of the Christian church, Saint Augustine, was someone that used to be drunk.
അദ്ദേഹത്തെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് രൂപാന്തരപ്പെടുത്തി. But the Holy Spirit transformed his life. ഇന്ന് പകൽ ഞാൻ ദൈവാത്മാവിൽ പ്രവചിച്ചു പറയാം, And I want to declare a prophetic word this morning, ഇത് അന്ത്യകാലത്തിന്റെ അവസാനത്തെ വിനാഴികയാണ്. and that we have approached the end time. പരിശുദ്ധാത്മാവ് പറയുന്നത്, And the Holy Spirit says, ഇത് എൻഡ് ടൈമിന്റെ അവസാനത്തെ അവേഴ്സ് ആണ്. and not only is it just the beginning of the end, but we are now at the end of the end ഈ times. നൂറ്റാണ്ടിലെ ഉണർവ് നടന്നത് അമേരിക്കയിലാണ്. And one of the greatest revivals took place over a century ago here in America. 1906 അസൂസ സ്ട്രീറ്റിലാണ് ഉണർവ് നടന്നത്. And one of the first great revivals took place in around 1906 in Azusa Street. അത് കേവലം 9 വർഷം മാത്രമേ നീണ്ടു നിന്നുള്ളൂ. And that only was sustained for about 9 years. എന്നാൽ 1909 വില്യം ജെ സെയ്മൂർ എന്ന ആ ഉണർവിന്റെ നായകൻ ഒരു പ്രവചനം പറഞ്ഞു. And in 1909, there was a prophetic word shared by William, who had started that Azusa Street revival. ആ പ്രവചനം എങ്ങനെയായിരുന്നു? And the prophetic word went like this. ഇന്നേക്ക് 100 വർഷം കഴിയുമ്പോൾ ഇതിനേക്കാൾ വലിയൊരു ഷെക്കീന ഗ്ലോറി ലോകത്തെ മുഴുവൻ മൂടും. And he said that after 100 years, there would be another great revival, a Shekinah glory presence that would cover the whole earth. ആ ഉണർവ് വേഗത്തിൽ അസ്തമിക്കുകയില്ല. And he said that revival wouldn't diminish or finish ആ quickly. ഉണർവ് കർത്താവിന്റെ വരവ് വരെ നിലനിൽക്കും. And he said that revival will be sustained until the coming of the Lord. അങ്ങനെയാണെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു ആ ഉണർവിന്റെ കാലഘട്ടത്തിലേക്ക് ആ ലോകം വരികയാണ്. And I would like to believe that we are now in those times. ഈ ദിവസങ്ങളിൽ ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ ഉണർവുകൾ നടക്കുകയാണ്. And in these times we can see that there's a great revival that is taking place in different parts of the world. ഞാൻ എൻ്റെ 25 വർഷത്തെ സഭാശുശ്രൂഷയ്ക്ക് ശേഷം ഇപ്പോൾ നോർത്ത് ഇന്ത്യയിൽ വേല ചെയ്യുകയാണ്. After 25 years of being a pastor at church, I am now doing the Lord's work in North India. നിങ്ങൾക്കറിയാമോ, നോർത്ത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റിവൈവൽ ഇപ്പോൾ നടക്കുന്നത് ഏറ്റവും കൂടുതൽ പെർസിക്യൂഷനുള്ള ഉത്തർപ്രദേശിലാണ്. And as many of you know, in Andhra Pradesh is where some of the greatest revivals are taking place, along with some of the greatest persecutions. പെർസിക്യൂഷന്റെ നടുവിൽ കർത്താവിന്റെ ആത്മാവ് ആളുകളെ ട്രാൻസ്ഫോം ചെയ്യുകയാണ്. And even in the middle of persecution, the Lord is transforming and changing people's ഇന്ന് lives. രാത്രി ഇന്ന് പകൽക്കാലം ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുമ്പോൾ And as I'm coming this morning time before ending my words, ഒരു കാര്യം ഓർക്കുക, I want to remind you ദൈവത്തിന്റെ ആത്മാവിനെ തെറ്റുപറ്റുകയില്ല. that no mistake can come to the word of God. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. And it says that your young men and daughters will ഇന്ന് പകൽ വിശ്വസിക്കാൻ കഴിയുമോ? Would you be able to believe that this morning time? ഫിലിപ്പോസ് എന്ന് പറയുന്ന ഉപദേശിക്കുന്ന 4 പെൺമക്കളായിരുന്നു. And Philippus, one of the men of the word of God, had 4 daughters. ഈ പ്രവചന ശബ്ദം ആ ദൈവത്തിന് സ്തോത്രം ആ കേട്ട ഫിലിപ്പോസ് അത് ആത്മാർത്ഥമായി വിശ്വസിച്ചു. And he believed that word very sincerely from his heart. നിങ്ങൾക്കറിയാമോ, അപ്പോസ്തലനായ പൗലോസ്, ലോകപ്രസിദ്ധനായിരിക്കുന്ന അഗബോസ് എന്നീ പ്രവാചകന്മാർ ഫിലിപ്പോസിന്റെ വീട്ടിൽ തന്റെ മക്കളുടെ പ്രവചനം കേൾക്കുവാൻ വരുമായിരുന്നു. And many of the men of God, including Paul, would come to the house of Philippos to hear the prophetic words from his daughters. ഇന്ന് പകൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയും, ഞാൻ പറയാം. And I want to encourage you and remind you that you too can believe in this. നിങ്ങളുടെ മക്കൾ പ്രവചിക്കും. That your children will prophesy. അത് ദൈവത്തിന്റെ വചനമാണ്. And that is the word of God. എത്ര പേർ ഈ പകൽക്കാലം വിശ്വസിക്കുന്നുണ്ട്? How many of you this morning time believe that word? ബൈബിൾ പറയുന്നു, വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. And the word of God says that those who believe will see these signs and wonders in their life. വിശ്വസിക്കുന്നവർക്കൊണ്ട് വ്യാപരിക്കുന്ന ദൈവത്തിന്റെ അളവറ്റ ശക്തി ഇന്ന് പകൽ ഇവിടെ വെളിപ്പെടും. And those who believe will experience the tangible presence of God. എത്ര പേർ ഈ വചനത്തിന് മുമ്പിൽ തങ്ങളെ തന്നെ സമർപ്പിക്കുവാൻ തയ്യാറാണ്? How many of you are willing to surrender yourself and submit നാം to the word ദൈവസന്നിധിയിൽ of God പ്രാർത്ഥിക്കാൻ this വേണ്ടി തുടങ്ങുകയാണ്. morning? And I'm going to start praying for this church. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. And I declare again that your young men and daughters will prophesy. നിങ്ങളുടെ യൗവനക്കാർ സ്വപ്നങ്ങളെ കാണും. And that your young men will see visions. ഹല്ലേലൂയ. Hallelujah. സോറി, അങ്ങനെയല്ല. നിങ്ങളുടെ യൗവനക്കാർ സ്വപ്നങ്ങളെ കാണുമെന്നാൽ ദൈവത്തിന് സ്തോത്രം. നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങളെ കാണുമെന്ന സ്തോത്രം. And that your young men would see visions and that your old men would see dreams. വചനം നോക്കിയാൽ, നമ്മുടെ ബുദ്ധിപരമായിട്ട് നോക്കിയാൽ ഒരിക്കലും പ്രായമുള്ളവർക്ക് ദർശനം കാണാൻ അല്ലാതെ സ്വപ്നം കാണാൻ കഴിയത്തില്ല. കാരണം അവർക്ക് ഉറക്കമില്ലല്ലോ. പ്രായം കൂടുന്നതോറും ഉറക്കം കുറയും. ദൈവത്തിന് സ്തോത്രം. And according to the word, it's saying that old men would see dreams, but we know that usually many old people, they have trouble falling asleep. So it wouldn't make sense that old men would see dreams. ഞാൻ പിന്നെയും ശ്രദ്ധിച്ച് വായിച്ചു നോക്കി, നിങ്ങളുടെ വൃദ്ധന്മാർ ദർശനങ്ങളെ കാണുമെന്നാണ് എഴുതിയിരിക്കുന്നത്. And it says here that your old men would see dreams. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അങ്ങനെയല്ല എഴുതിയിരിക്കുന്നത്, നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങളെ കാണുമെന്നാണ്, അല്ലെ?
And I read it again, and it told me, and I read it again, that the word of God says that your old men would see dreams. യൗവനക്കാർ എങ്ങനെയാണ് ദർശനം കാണുന്നത്? യൗവനക്കാർ കിടന്നാൽ ഉറങ്ങാൻ സ്വിച്ചിട്ട പോലെ ഉറങ്ങുമല്ലേ? And how is a young man going to see visions? Because you would have to be awake, and they are constantly sleeping. ദർശനം എപ്പോഴും തുറന്നിരിക്കുന്ന കണ്ണുകൾക്കാണ് അനുഭവവേദ്യമാകുന്നത്. A vision is usually seen by those that are awake and not asleep. അപ്പോൾ ഈ പ്രവചനവാക്യം എങ്ങനെ ഒക്കും? So how would this prophetic word come to pass? എന്നാൽ ഇന്ന് പകൽ ഞാൻ പറയാം, ഒരു സൂപ്പർ നാച്ചുറൽ എൻകൗണ്ടറിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിയുമെങ്കിൽ, would you submit yourself to a supernatural encounter that would allow for this word to come to pass? ഇന്ന് പകൽ ദൈവം അത് ചെയ്യാൻ വിശ്വസ്തനാണ്. And God is faithful to do this. ഹല്ലേലൂയ. Hallelujah. എമീസ് സെമ്പിൾ മക്ഫേഴ്സിനെ പോലെ കർത്താവ് ഉപയോഗിച്ച ഒത്തിരി ദൈവദാസിമാരുണ്ട്. And just how the Lord had used Sister Amy and Amy Sybil, the power of God has flown through many mighty women of God over the നിങ്ങളുടെ centuries. മക്കളെ കർത്താവ് ഉപയോഗിക്കുമെന്ന് വിശ്വസിക്കുന്നുവെങ്കിൽ, if you're believing that the Lord would use your children, പ്രാർത്ഥിച്ചു തുടങ്ങിയാട്ടെ. would you start to pray for that in your life? ദൈവത്തിന് ഒത്തിരി പേരെ രൂപാന്തരപ്പെടുത്തുവാൻ കഴിയും. And the Lord is able to transform and use many പരിശുദ്ധാത്മാവിനെ people for His glory. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാൻ നിങ്ങൾ കർത്താവിനോട് ചോദിക്കണം. You need to ask the Holy Spirit to come into your life and ask the Lord to pour out His gift in your life. നിങ്ങൾ ചോദിച്ചാൽ അവൻ നിങ്ങൾക്ക് ധാരാളമായി പരിശുദ്ധാത്മാവിനെ നൽകും. If you ask, the Lord will pour out His Spirit abundantly in your D.L. life. മൂഡിയെ കുറിച്ച് ഞാൻ ഇങ്ങനെ വായിച്ചിട്ടുണ്ട്. And about D.L. Moody, I used to read about like this. D.L. മൂഡി മനോഹരമായൊരു പ്രസംഗം പ്രസംഗിച്ച് അവസാനിപ്പിക്കുമ്പോൾ, As he wrapped up preaching a powerful message from the Word of God, അവിടെ ഇരുന്നൊരു അമ്മച്ചി D.L. മൂഡിയോട് പറഞ്ഞു, മോനെ നിന്റെ പ്രസംഗം ഒത്തിരി നല്ലതായിരുന്നു. and then an older woman got up from the back and told him that your message was really good. എന്നാൽ നീ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചിരുന്നെങ്കിൽ ഇതിനേക്കാൾ ഗംഭീരമായേനെ. But if you had received the anointing and power of the Holy Spirit, your message would have been even അതുവരെ a lot D.L. more മൂഡി better. പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചിരുന്നില്ല. And before, up until that day, D.L. Moody had never received the anointing of the Holy Spirit in his life. അദ്ദേഹം അമ്മച്ചിയോട് ചോദിച്ചു, ഞാൻ പരിശുദ്ധാത്മാവിനെ പ്രാപിപ്പാൻ എന്ത് ചെയ്യണം? He asked this older lady, what do I need to do to receive the Holy Spirit in my life? അമ്മച്ചി പറഞ്ഞു, നീ ഒന്നും ചെയ്യണ്ട. And this older lady said, you don't need to do anything. നീ മുട്ടുമടക്കിയിട്ട് നിന്റെ കൈകൾ സ്വർഗത്തേക്ക് ഉയർത്തി, ആത്മാവേ വരിക, എന്റെ മേൽ പകരുക എന്ന് നീ ഒരു വാക്ക് പറഞ്ഞാൽ മതി, ദൈവം നിന്നെ നിറയ്ക്കും. And she said, all you have to do is if you humble yourself on your knees, lift your hands to the heavens and ask the Holy Spirit to come into your life, that He would pour out His Spirit on your life. D.L. മൂഡി ആ ഹോള് വിട്ട് പുറത്തു കടന്നു. And D.L. Moody stepped out of that hall. അദ്ദേഹം കൈകളെ രണ്ടും മുകളിലേക്ക് വിരിച്ചിട്ട് പറഞ്ഞു, പരിശുദ്ധാത്മാവേ എന്റെ മേൽ ശക്തിയോടെ വരണമേ. He lifted up his hands to the heavens and asked the Holy Spirit, would you come into my life in such a mighty way? പെട്ടെന്ന് പരിശുദ്ധാത്മാവിനാൽ ആ മൂടി നിറയപ്പെട്ടു. And immediately he became filled with the power of the Holy Spirit. അദ്ദേഹം അന്യഭാഷകളിൽ കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് മണിക്കൂറുകൾ തെരുവിൽ കൂടെ നടന്നു. And he was walking and praying and praising God in many tongues for many hours. ഇത് കണ്ട ഒത്തിരി പേര് പറഞ്ഞു, മൂടി പഴയ സ്വഭാവത്തിലേക്ക് മടങ്ങിപ്പോയി. And many people seeing this said that he has returned back to his old behavior. മൂടി വീണ്ടും മദ്യപിക്കാൻ തുടങ്ങി. And they said he has come back to drinking alcohol. ഹല്ലേലൂയ. ഒന്നാം നൂറ്റാണ്ടിലെ ദൈവസഭ ആത്മാവിൽ നിറഞ്ഞപ്പോഴും ആൾക്കാർ പറഞ്ഞത് അവർ വീഞ്ഞു കുടിച്ച് മത്തരായെന്ന. Even in the first century, when people were filled with the Holy Spirit, people then said that they were filled with wine and drunk. എന്നാൽ പത്രോസ് പറഞ്ഞത് 3 മണി നേരം മാത്രമേ ആയിട്ടുള്ളൂ. And Peter even says that it's only been 3 PM. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ അവർ വീഞ്ഞു കുടിച്ചവരല്ല. And they're not someone that has gotten drunk as you had intended. അത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വന്നതുകൊണ്ടാണ് അവർ വൻകാര്യങ്ങളെ സംസാരിക്കുന്നത്. And they're speaking in other tongues because the Holy Spirit has come upon them. D.L. മൂഡിക്ക് ആകെ നാണക്കേടായി. And D.L. Moody was very embarrassed. അദ്ദേഹം പറഞ്ഞു, ആത്മാവേ ഇപ്പോൾ എന്നെ വിട്ടു പോകണം. And he asked the Holy Spirit, would you depart from me? ആ സെക്കൻഡിൽ പരിശുദ്ധാത്മാവ് അദ്ദേഹത്തെ വിട്ടുപോയി. And immediately the presence of God left him. മൂടി അതിവേഗത്തിൽ നടന്ന് And he walked very quickly. തന്റെ ഒരു സ്നേഹിതന്റെ വീട്ടിന്റെ ഡോറിൽ മുട്ടി. And he knocked on the door of a dear friend. രാത്രി 10 മണി. And it was around 10 PM. ആ സ്നേഹിതൻ വാതിൽ തുറന്നപ്പോൾ മൂടി വളരെ ഫ്രാന്റിക്കായിട്ട് പറഞ്ഞു, എനിക്കൊരു മുറി വേണം പ്രാർത്ഥിക്കാൻ. And he frantically knocked on his door and said, I need a room to sit down and pray. അദ്ദേഹം ചോദിച്ചു, എന്തിനാണ് മൂടി രാത്രി 10 മണിക്ക്? And he's asked, why do you need a room at 10 PM to pray? മൂടി പറഞ്ഞു, എനിക്ക് പ്രാർത്ഥിക്കണം. He said, I need to pray. അദ്ദേഹം വേഗത്തിൽ ഒരു മുറി അദ്ദേഹത്തിന് ഒരുക്കി കൊടുത്തു. And immediately he set up and prepared a room for him. ആ മുറിക്കകത്തേക്ക് കടന്ന് And as he walked into that room, താൻ മുഴങ്കാൽ മടക്കി he bowed his knees. തന്റെ കൈകളെ സ്വർഗത്തിലേക്ക് He ഉയർത്തി lifted up his hands to the heavens. അദ്ദേഹം പ്രാർത്ഥിക്കാൻ ആരംഭിച്ചു. And he started to pray. പെട്ടെന്ന് പരിശുദ്ധാത്മാവ് ശക്തിയോടെ വന്നു. And the Holy Spirit immediately returned താൻ ആത്മാവിൽ upon him. നിറഞ്ഞ്
മണിക്കൂറുകൾ കർത്താവിനെ ആരാധിക്കുവാൻ തുടങ്ങി. And he started worshiping the Lord for many hours as he താൻ became filled. നൃത്തം ചെയ്ത് ദൈവത്തെ സ്തുതിപ്പാൻ തുടങ്ങി. And he started to worship the Lord without ceasing. ഇന്ന് പകൽ കർത്താവ് പറയുന്നു, ചോദിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും. And this morning time, I'm reminding everyone that if you ask of the Lord, he would pour out his മുട്ടുവീൻ Spirit. എന്നാൽ നിങ്ങൾക്ക് തുറക്കും. If you knock, it would be opened. യാചിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് ലഭിക്കും. And he says, ask and it shall be given. ലൂക്കോസ് പറയുന്നത് ഇത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ എത്രയധികം നൽകുമെന്നാണ്. And if this is the case, then how much more would he pour out his Spirit if you ask for ചർച്ച്, it? ആർ യു റെഡി ടുഡേ? And church, I'm asking if you are ready today. എല്ലാ കണ്ണുകളും ദിവസം അടയട്ടെ. Would you close your eyes this morning? എല്ലാ കണ്ണുകളും ദിവസം അടയട്ടെ. Would you close your eyes in the presence എല്ലാ of God? മുൻവിധികളും ഇന്ന് പകൽക്കാലം മാറ്റിവെച്ചാട്ടെ. And would you put away every other thoughts and worries that ദൈവത്തിന്റെ you have? ആത്മാവ് ഇന്ന് പകൽ നമ്മുടെ മധ്യേ വ്യാപരിക്കുന്നുണ്ട്. And the Holy Spirit is moving here in our midst this morning. ബൈബിൾ പറയുന്ന വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. And the Word of God says that those who believe will see and experience this അവർ promise. പുതുഭാഷകളിൽ സംസാരിക്കും. They will speak in other tongues. അവർ രോഗികളുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരും. When they put their hands on the sick, they will be healed. അവർ ഭൂതങ്ങളെ പുറത്താക്കും. And in His name, that they will cast out demons. മരണകരമായ യാതൊന്ന് കുടിച്ചാലും അവർക്ക് ഹാനി വരികയില്ല. And even if they drink poison, that they would not be killed. ഇന്ന് പകൽ ഞാൻ പറയട്ടെ, This morning, may I say, നിങ്ങൾ വിശ്വസിക്കുന്നുവോ? are you believing? അന്ത്യകാലത്ത് ദൈവം തന്റെ ആത്മാവിനെ സകല ജഡത്തിന് മേലും പകരുമെന്ന് വിശ്വസിക്കുന്നുവെങ്കിൽ If you're believing it, that in the end times that He would pour out His Spirit on ഒരു നിമിഷം ദൈവസനിൽ എഴുന്നേറ്റ് നിന്നാട്ടെ. would you take a moment and stand in the presence of God? നമ്മുടെ കൊയർ ദൈവസനിൽ പാട്ടുകൾ പാടുമ്പോൾ And as our worship team leads us in the നിങ്ങൾ വളരെ presence of God, വാഞ്ചയോടെ with what determination and നിങ്ങളുടെ eagerness, കരങ്ങളെ ഉയർത്തിപ്പിടിച്ച് would you lift up your hands ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു തുടങ്ങണം. and start praying in the presence of God, ദൈവം തന്റെ ആത്മാവിനാൽ നിറയ്ക്കും. that He would fill you with His Spirit, ദൈവസഭയെ കർത്താവ് അന്ത്യകാല ശുശ്രൂഷയ്ക്ക് ഒരുക്കിയ സഭയാ. and that this church is being prepared for these end മെട്രോ times that we're ചർച്ച് in. അമേരിക്കയിലെ ഒരു മോഡൽ ചർച്ചായിട്ട് മാറും. And that our church would turn into a model church for ഇവിടെ those നിന്ന് in America. പ്രവാചകന്മാർ എഴുന്നേൽക്കും. And that prophets would rise up from ഇവിടെ our നിന്ന് church. പ്രവാചകിമാർ എഴുന്നേൽക്കും. And that prophetesses would also rise up from വിശ്വസിക്കുന്നവർ our church. കരമടിച്ച് ദൈവത്തെ ഒന്ന് സ്തുതിച്ചോ. And those who believe that they would start to clap their hands and worship the Lord this morning. യേശുവിന്റെ നാമത്തിൽ പരിശുദ്ധാത്മാവേ ഇന്ന് പകൽ നിന്റെ ജനത്തെ നിറയ്ക്കുമാറാകണമേ. I pray, Lord, that you would start to fill your people with your presence and your Spirit right now. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് ചലിക്കട്ടെ. ദൈവാത്മാവ് ചലിക്കട്ടെ. ഇന്ന് പകൽ ദൈവസഭയെ ഒന്ന് റിന്യൂ ചെയ്യട്ടെ. ഒരു റിവൈവൽ ദേശത്ത് വ്യാപരിക്കട്ടെ. In the name of Jesus. In Jesus' name. Thank you, Jesus. Thank you, Jesus. ഇന്ന് പകൽ രോഗികളുടെ മേൽ ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവ് വ്യക്തമായി ഇടപെടുകയാ. And tonight, this morning time, the presence of God is dealing with those that are sick. ആരെങ്കിലും ശരീരത്തിൽ രോഗമായിട്ട് വന്നിട്ട് ഈ പകൽക്കാലം നിങ്ങളുടെ കരങ്ങൾ ആ രോഗമുള്ള ശരീരത്തിന്റെ ഭാഗത്ത് വെക്ക്. ദൈവാത്മാവ് ഇന്ന് പകൽ നിങ്ങളെ തൊടുവാൻ ആഗ്രഹിക്കുന്നു. And if any of you have come to this church this morning time with any sicknesses, in faith, would you put your hand on that area of concern and allow the Holy യേശുവിന്റെ Spirit to നാമത്തിൽ heal you? In Jesus' യേശുവിന്റെ name. നാമത്തിൽ In Jesus' name. രോഗശക്തികൾ മാറിപ്പോകട്ടെ. I pray and rebuke those sicknesses in Jesus' name. പഴക്കമുള്ള ചില രോഗങ്ങൾ ഇന്ന് പകൽ ദൈവാത്മാവ് തൊടുകയാ. And old sicknesses that have refused to go, the Holy Spirit is touching it this morning time. ഉദരമന ഘടകസ്യ വൈഡമന ഹസ്തന. ദൈവാത്മാവ് പറയുന്നു ഉദര സംബന്ധമായ ചില രോഗശക്തികൾ ഓ യേശുവിൻ നാമത്തിൽ be healed in the name of Jesus of Some Nazareth. stubborn sicknesses are being healed right now in the name of Jesus. യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. In Jesus' name, be healed. യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. In Jesus' name, be healed. വർഷങ്ങളായിട്ടുള്ള ചില ആസ്മ രോഗങ്ങളെ കർത്താവ് ഈ രാവിലെ സ്പർശിക്കുകയാ. And this morning time, as those that have been struggling for asthma for many years, the Lord is healing you this morning. വിശ്വാസത്തോടെ തൊട്ടടുത്ത് നിൽക്കുന്ന ആൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചോ. നിങ്ങളുടെ കൈകളിൽ രോഗശാന്തിയുടെ കൃപ ഇന്ന് പകൽ ദൈവാത്മാവ് പകരുകയാ. The healing anointing has been poured out on you, and as you lay your hands on each other and pray for your neighbors for that healing is going to come. യേശുവിന്റെ നാമത്തിൽ അതോറിറ്റിയിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങ്. Would you pray in the mighty name of Jesus and His authority for that healing? I took full authority in the name of Jesus of Nazareth and I command, let the sicknesses be healed in the name of Jesus of Nazareth. Rashamana haltoni almana udamana hartini യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ രോഗശക്തികൾ മാറിപ്പോകട്ടെ. യേശുവിന്റെ നാമത്തിൽ ഭൂതങ്ങൾ പുറത്തു പോകട്ടെ. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. In Jesus' name, may those miracles happen.
Thank you, Jesus. Thank ഓ you, റബ Jesus. ശബല ഘടകസ്യ വൈഡമന ഹർദന ധീരമന ഹർദന അർദ്ധജാന ധീര പ്രവാലക ക്ഷൈഡമന ഘടകസ്യ യേശുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ നടക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ let the miracles taken place in the name of Jesus. യേശുവിന്റെ നാമത്തിൽ ഭൂതശക്തികൾ ഇറങ്ങി മാറട്ടെ. ഇന്ന് പകൽക്കാലം ദൈവസഭ ഒരു റിവൈവലിലേക്ക് പ്രവേശിക്കട്ടെ എന്ന് May this church move into a season of revival. Thank you, Jesus. Thank you, Jesus. യേശുവിൻ നാമത്തിൽ In Jesus' name.